ഹലോ ഹായ് ഇറ്റ്സ് മീ ഒരു സിനിമ ചേട്ടൻ. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസനാണ് പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. തമ്മിലിൽ നിങ്ങൾ കണ്ടതുപോലെ സെക്കൻഡ് ഹാഫ് അത്രത്തോളം ഒത്തിട്ടില്ല എന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായമായൊന്നും കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതല്ല, എന്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ചിത്രം എങ്ങനെയുണ്ട്, ചിത്രത്തിന്റെ പോസിറ്റീവ്സിനെ പറ്റി നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ചിത്രത്തിന്റെ ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു അടച്ച് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ് ധ്യാൻ ശ്രീനിവാസൻ. അതിഗംഭീരമായി അതിമനോഹരമായി തന്നെ ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടർ അദ്ദേഹം ഷോൾഡർ ചെയ്തിട്ടുണ്ട്. അതായത് പടം തുടങ്ങുമ്പോൾ ഒരു ഒരു കോമഡി സീക്വൻസ് ഉണ്ട്. അതായത് തെങ്ങിൽ കെട്ടിയിട്ട് ധ്യാനെ അടിക്കുന്ന ഒരു സംഭവമുണ്ട്. അവിടെ ധ്യാൻ പറയുന്ന ഒരു കോമഡിയിൽ നിന്ന് തന്നെ ആ പടത്തിലേക്ക് നമ്മൾ ഇന്നാവുകയാണ്. അത്ര ഗംഭീരമായ ഒരു ഒരു തുടക്കമായിരുന്നു ധ്യാനിൻ്റെത്. അവിടെ നിന്ന് തുടങ്ങി ധ്യാൻ ആരംഭിച്ച ആ ഒരു ജേണി ഇതിന്റെ ക്ലൈമാക്സ് വരെയും അദ്ദേഹം വളരെ മെച്ചുവേർഡ് ആയിട്ട്, അദ്ദേഹം വളരെയധികം പക്വതയോടെ ആ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ധ്യാനിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഗംഭീരമായ ഒരു ആക്ടിങ് തന്നെയായിരുന്നു ധ്യാനിൻ്റെത്. പിന്നെ രണ്ടാമത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരുമല്ല, പ്രണവ് മോഹൻലാലിനാണ്. പ്രണവ് മോഹൻലാലിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഗംഭീരമായ ഒരു ആക്ടിങ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പല മാനറിസങ്ങളും ഒരു ലാലേട്ടനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കുറച്ച് മാനറിസങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ പ്രണവും ധ്യാനും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ കഥയൊക്കെയാണ് പറയുന്നത്. ഞാനതൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല, സ്പോയിലർ അല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ കാണാം. അതിനുശേഷം കല്യാണി പ്രിയദർശനും നമ്മുടെ പ്രണവുമായിട്ടുള്ള കുറച്ച് ലവ് സീക്വൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ഒരു പടത്തിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് പോകാനായിട്ട് ആ കുറച്ച് പ്രണയ രംഗങ്ങളൊക്കെ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് കുറച്ച് ലാഗ് അടുപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങളായി മാറി. അതിനുശേഷം അവര് മദ്രാസിയിലേക്ക് എത്തുന്ന ഒരു സംഭവം ഉണ്ട്. അത് പടം കണ്ട് തന്നെ മനസ്സിലാക്കുക. എത്തുന്ന ഒരു സംഭവം തൊട്ട്, അതായത് കോടമ്പക്കത്ത് എത്തുന്ന ഒരു സംഭവം തൊട്ട് പടം അങ്ങ് അപ്പാവുകയാണ്. ഗംഭീരമായ ധ്യാനിന്റെയും പ്രണവിന്റെയും ആ ഒരു കോംബോയിൽ സംഭവിക്കുന്ന കോമഡികൾ, അതായത് ഓരോ ഡയലോഗിലും സംഭവിക്കുന്ന തമാശകൾ, ആ സമയത്ത് വന്നു പോകുന്ന കഥാപാത്രങ്ങളിൽ എല്ലാവരും മികച്ച. അജു വർഗീസ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഷാൻ റഹ്മാൻ ആയിക്കൊള്ളട്ടെ, ഷാൻ റഹ്മാൻ മ്യൂസിക് ഡയറക്ടർ, ഷാനൊക്കെ വളരെ ഗംഭീരമായ ഒരു ക്യാരക്ടറായിരുന്നു ചെയ്തിരുന്നത്. നമ്മളൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ള ഒരു ആക്ടിങ് ആയിരുന്നു ഷാൻ റഹ്മാന്റെ. ഗംഭീരം തന്നെയായിരുന്നു. അതുപോലെ അജു വർഗീസ് ഒരു പ്രൊഡ്യൂസറായിട്ട് വരുന്ന ഒരു കക്ഷിയാണ്. അജു വർഗീസിന്റെ ഗംഭീരമായ ഒരു റോൾ തന്നെയായിരുന്നു. കുറച്ച് തമിഴ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്, എനിക്ക് പുള്ളി അവരുടെ പേരറിയില്ല, എന്നിരുന്നാൽ പോലും നമ്മൾ പല തമിഴ് സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു നടനൊക്കെ ഉണ്ട്. അതായത് പ്രൊഡക്ഷൻ കൺട്രോളർ ആണെന്ന് തോന്നുന്നു. പുള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിരി വരുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുള്ളത്. അതൊക്കെ വളരെ ഗംഭീരം തന്നെയായിരുന്നു. അങ്ങനെ അവരുടെ കുറെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ കാണിച്ച് അങ്ങനെ ഇന്റർവെല്ലിലേക്ക് പോവുകയാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പല റിവ്യൂസും, ഞാൻ പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഒരുപാട് റിവ്യൂസ് കണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് റിവ്യൂസിൽ ഒരുപാട് കമന്റ് ഒക്കെ കണ്ടിരുന്ന ഒരു സംഭവമാണ് സെക്കൻഡ് ഹാഫിൽ വളരെയധികം പടം വളരെ അപ്പാവുന്നുണ്ട്. നിവിൻ പോളി അതുപോലെ ബേസിൽ ജോസഫ് ഒക്കെ വരുന്നതിന് ശേഷം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മൂവിങ് തന്നെയായിരുന്നു പടത്തിന്റെ എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കാണാൻ പോയത്. ഇനി അങ്ങനെ അധികമായ ഒരു പ്രതീക്ഷ വച്ചുകൊണ്ട് പോയത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. കാരണം സെക്കൻഡ് ഹാഫ് ബേസിലൊക്കെ വന്നു ഗംഭീരമായി തന്നെ പോകുന്നുണ്ട്. അതിനുശേഷം നിവിൻ വരുന്നു. നിവിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെയ്യാനായിട്ട് അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നിവിന്റെ ഒരു ക്യാരക്ടർ എനിക്ക് വളരെയധികം ബോറായിട്ട് അല്ലെങ്കിൽ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇതിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അത് കമന്റ് ചെയ്ത് അറിയിക്കുക. അതും പ്രത്യേകിച്ചും വിനീത് ശ്രീനിവാസന്റെ ഒരു പടത്തിൽ അദ്ദേഹത്തിന് നിവിനെ കൊണ്ടുവന്ന ഒരു ഡയറക്ടറാണ് വിനീത് ശ്രീനിവാസൻ. അല്ലെങ്കിൽ ഒരു വിനീത് ശ്രീനിവാസൻ പ്രോഡക്റ്റ് ആണ് നിവിൻ എന്നൊക്കെ പറയാം. അദ്ദേഹം വളരെ എത്ര ഗംഭീരമായിട്ട് തട്ടത്തിൻ മറയത്തിലും അതുപോലെ തന്നെ മറ്റ് പല ചിത്രങ്ങളിലും ഒക്കെ നിവിനെ അവതരിപ്പിച്ചു അല്ലെ. ഗംഭീരമായിട്ട് തന്നെ വടക്കൻ സെൽഫിയിൽ വിനീത് ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു പടമാണ് വടക്കൻ സെൽഫി. അതിലൊക്കെ എന്ത് ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു നിവിൻ്റെത്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എല്ലാവരും പറയും പോലെ ഒരു ഗംഭീരമായ ഒരു അഴിഞ്ഞാട്ടമൊന്നും എനിക്ക് അധികം ഫീൽ ചെയ്തില്ല. നിവിൻ ഒരു കോമാളി വേഷം ചെയ്യുന്ന ഒരു ബഫൂൺ ക്യാരക്ടറായിട്ടാണ് എനിക്കതിൽ ഫീൽ ചെയ്തത്. ബേസിലൊക്കെ വളരെ ഗംഭീരം തന്നെയായിരുന്നു. പക്ഷെ ബേസിലിനും ആ പറയുന്ന ആ ഒരു തരത്തിലുള്ള ഒരു കോമഡി സീക്വൻസ് ഒന്നും ബേസിലിനും ഇല്ല. ബേസിലൊക്കെ വളരെയധികം ഒരു സീരിയസ് റോളാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. അത് ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സീരിയസ് ക്യാരക്ടർ, അതായത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് അത് ഗംഭീരമായിട്ട് തന്നെ ബേസിൽ അത് ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച അജുവിന് സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ വളരെയധികം സൈലന്റ് ആയി പോയതുപോലെ തോന്നി. എനിക്ക് തോന്നുന്നു ആ പടത്തിന്റെ ഒരു ഗ്രാഫ് കുറച്ച് ലോ ആയി തോന്നിയത് എനിക്ക് സെക്കൻഡ് ഹാഫിൽ തന്നെയാണ് വളരെയധികം ലോ ആയി തോന്നിയത്.
പിന്നെ ആ സെക്കൻഡ് ഹാഫിൽ നമ്മളെ തിരിച്ച് ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മൾ പിന്നെയും കുറെ അപ്പാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഒറ്റ വാക്കിൽ തന്നെ പറയാം, ധ്യാൻ ശ്രീനിവാസനും പ്രണവും അവരുടെ ആ ഒരു കോംബോ തന്നെയാണ് ക്ലൈമാക്സിലും നമ്മളെ ഒന്ന് പൊട്ടിച്ചിരിപ്പിക്കുകയും ഈ ഒരു പടം ഗംഭീരമാണ് അല്ലെങ്കിൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആണ് എന്നൊക്കെ മനസ്സ് തുറന്ന് പറയാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോംബോ, ധ്യാന്റെയും പ്രണവിന്റെയും കോംബോ വരുന്നതോട് കൂടി തന്നെയാണ്. എന്തായാലും പടം ഞാൻ ഒട്ടും മോശം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പടം ഗംഭീര ഒരു പടം തന്നെയാണ്. വളരെയധികം വിനീത് ശ്രീനിവാസന്റെ സിനിമകൾ അറിയാലോ, അദ്ദേഹം ഒരു മിനിമം ഗ്യാരണ്ടി എന്നല്ല, ഒരു മാക്സിമം ഗ്യാരണ്ടി തന്നെയാണ് വിനീത് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ നിലവാരം അദ്ദേഹം വളരെ ഗംഭീരമായി തന്നെ ഈ ഒരു സിനിമയിൽ അത് നഷ്ടപ്പെടാതെ അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ക്യാമറ, അതുപോലെ ആർട്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂം, അങ്ങനെ ഞാൻ ഒരുപാട് ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഇതിന്റെ മ്യൂസിക്. കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഹൃദയം എന്ന ചിത്രം ഏഷാൻ അബ്ദുൾ വഹാബാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഇത്തവണ ഇതിൽ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് അമൃത് എന്ന് പറഞ്ഞൊരു പയ്യനാണ്. അതായത് നമ്മളെ ബോംബെ ജയശ്രീ സിംഗർ, അവരുടെ മകനാണ് ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതും ഈ ഒരു ചിത്രത്തിന്റെ പോരായ്മയായിട്ട് എനിക്ക് പറയേണ്ടതായുണ്ട്. വിനീത് ശ്രീനിവാസന്റെ ഒരു ചിത്രത്തിലെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഇപ്പൊ പ്രിയദർശൻ സാറിന്റെ പടങ്ങളിലെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗംഭീരമായ പാട്ടുകളാണ്. അദ്ദേഹത്തിന്റെ ചിത്രം പ്രിയദർശന്റെ ഒരു മൂവി എന്ന് പറയുമ്പോൾ 5 പാട്ടുണ്ടെങ്കിൽ അതിലൊരു 4 പാട്ടെങ്കിലും മിനിമം അറ്റ്ലീസ്റ്റ് ഹിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് വിനീത് ശ്രീനിവാസനും. അദ്ദേഹത്തിന്റെ മുമ്പത്തെ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം, 5 പാട്ടുണ്ടെങ്കിൽ അതിൽ 4 പാട്ട് എങ്ങനെയായിരുന്നാലും ഹിറ്റായിരിക്കും. പക്ഷെ ഈ ഒരു ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അധികം മനസ്സിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു പാട്ട് തന്നെ എടുത്തു പറയാനായിട്ടില്ല. പിന്നെ അതിൽ കുറച്ച് മെമ്മറീസ് ഒക്കെ പറയുന്ന ഒരു പാട്ടൊക്കെ ഉണ്ട്. അതായത് ഒരു കീ സോങ് എന്ന് തന്നെ പറയാം. അതിലുള്ള ആ ഒരു കീ സോങ് ആയിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു മറ്റൊരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നെങ്കിൽ ആ ഒരു കീ സോങ്ങിനെ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ച് മനസ്സിൽ നിന്നും പോവാത്ത കാലവും അതൊരു എവർഗ്രീൻ ആയി നിൽക്കുന്ന ഒരു ഗാനമാക്കി മാറ്റിയേനെ എന്നെനിക്ക് തോന്നി. അത് പടത്തിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇത്രയൊക്കെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ഈ ഒരു ചിത്രത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. എന്റെ മാത്രം, ഒരുപക്ഷെ ലക്ഷങ്ങളിൽ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ എന്റെ മാത്രം ഒരു അഭിപ്രായം മാത്രമായിരിക്കാം ഇത്. എനിക്ക് മാത്രം ഫീൽ ചെയ്ത ഒരു കാര്യമായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് അതിഗംഭീരമായി വിഴുന്നു കിടന്ന് തന്നെ തിയേറ്ററിൽ ചിരിച്ചു എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. പക്ഷെ സെക്കൻഡ് ഹാഫ് എത്തിയ സമയത്ത് എനിക്ക് അത്രത്തോളം ആസ്വദിച്ച ആ ഒരു ചിത്രം കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാനിപ്പോ മറ്റൊരു രംഗം കൂടി ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ്. അതായത് ഇവർ തിയേറ്ററിൽ ഇരുന്നൊരു ചിത്രം കാണുന്ന ഒരു സംഭവമുണ്ട് സെക്കൻഡ് ഹാഫിൽ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു രംഗം പോലെയൊക്കെ. അതായത് അതുവരെ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു നിലവാരം ആ ഒരു തിയേറ്റർ രംഗത്തിൽ നിന്നും കൊണ്ടുവരാൻ സാധിക്കാത്തത് പോലെ ഫീൽ ചെയ്തു. വളരെയധികം ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലേക്ക് അത് പോയതുപോലെ എനിക്ക് തോന്നുന്നു. ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങൾ ചിത്രം എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഗംഭീരമായ ചിത്രം ആവേശത്തിന്റെ റിവ്യൂവുമായി നമുക്ക് നാളെ സന്ധിക്കാം. അതുവരേക്കും ബൈ ബൈ.